24 എക്സ്ക്ലൂസീവ് സംഘപരിവാർ പരിപാടിയിൽ പങ്കെടുത്ത കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിലാണ് പങ്കെടുത്തത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, നേരത്തെയും മോഹൻ കുന്നുമ്മലിനെതിരെ ഇത്തരത്തിലൊരു സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഇത് ഏത് പരിപാടിയിലാണ് പങ്കെടുത്തത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കുന്ന ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഈ സംഘപരിവാറുമായി അടുത്തിടപഴകുന്ന ആളാണ്. മാത്രമല്ല അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവർണർക്കൊപ്പം നിൽക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള ആരോപണം അത് CPM അതേപോലെ തന്നെ കഴിഞ്ഞ സർക്കാരും അടക്കം കാര്യമായി ഉയർത്തുകയും പിന്നീട് അത് വലിയ തരത്തിൽ പ്രശ്നമാവുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് ഗോൾവാൾക്കറുടെ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ സംഘർഷത്തിലേക്കടക്കം കാര്യങ്ങൾ പോയതുമാണ്. പക്ഷേ അന്നൊക്കെ SFI കേരള സർവകലാശാലയ്ക്ക് അകത്തടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു ഇക്കാര്യം ആരോപിച്ചുകൊണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അത് നടന്നിരുന്നു. ആ പരിപാടിയിൽ നമുക്കറിയാം ഈ മോഹൻ ഭാഗവത് ആയിരുന്നു ആ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം. മാത്രമല്ല സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ, ദ 100 years ഓഫ് സംഘ് ട്രാവൽ എന്നുള്ളതായിരുന്നു ആ പരിപാടിയുടെ പേര്. ആ പരിപാടിയിലാണ് ഇന്ന് മോഹനൻ കുന്നുമ്മൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുത്തത്. മാധ്യമങ്ങൾക്ക് ഈ പരിപാടിയിൽ പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ മോഹനൻ കുന്നുമ്മൽ അടക്കം മറ്റു ചില പ്രധാനപ്പെട്ട ആളുകൾ, അതിൽ തന്നെ മറ്റൊരു VC കൂടി ഉണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കേരള സർവകലാശാല VC ആയിട്ടുള്ള മോഹൻ കുന്നുമ്മൽ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയുടെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. ഈ സംഘപരിവാർ ബന്ധമടക്കമുള്ള കാര്യങ്ങൾ SFI അടക്കം ആരോപിക്കുകയും വലിയ പ്രതിഷേധമടക്കം സർവകലാശാല നടക്കുകയും ചെയ്തിട്ട് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു പരിപാടിയിൽ, ഒരു പൊതുപരിപാടി പോലും ആയിരുന്നില്ല അത്, അങ്ങനെ ഒരു സംഘപരിവാർ പരിപാടിയിൽ മോഹൻ കുന്നുമ്മൽ പങ്കെടുത്തതിൽ ഇപ്പോൾ SFI അടക്കം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ് വലിയ സമരം ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് ഇത്തരത്തിൽ VCയുടെ RSS ബന്ധത്തിനെതിരെയൊക്കെ അല്ലെങ്കിൽ അത്തരം ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ പ്രത്യേകിച്ച് SFIയുടെയൊക്കെ ഇപ്പോൾ ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരിയിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിനുശേഷവും വീണ്ടും അദ്ദേഹം ഇപ്പോൾ RSS മേധാവി തന്നെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ആ നിലയിൽ ഇടത് സംഘടനകളുടെ അല്ലെങ്കിൽ ഇടത് പ്രസ്ഥാനങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇന്ന് വൈകിട്ട് 4:30 തിരുവനന്തപുരം ഉദയ കൺവെൻഷൻ സെന്ററിൽ ഈ പരിപാടി നടക്കുന്നത്. വളരെ നിയന്ത്രിച്ചായിരുന്നു ഈ പരിപാടിയുടെ നടത്തിപ്പടക്കമുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് വളരെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമല്ല മാർക്ക് ചെയ്ത അതിഥികൾക്ക് മാത്രമായിരുന്നു ആ പരിപാടിയിൽ പ്രവേശനം ഉണ്ടായിരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാറിന്റെ 100 വർഷങ്ങൾ എന്നായിരുന്നു ആ പരിപാടിയുടെ ടൈറ്റിൽ തന്നെ. ആ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ പങ്കെടുത്തതിൽ ഇപ്പോൾ യുവജന സംഘടനകൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയ തരത്തിൽ എതിർപ്പടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിന്റെ ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പുറത്തേക്ക് വരികയും ചെയ്ത്. മോഹൻ കുന്നുമ്മലിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള സർവകലാശാലയിൽ ഈ ഭരണകേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും വഴിവെച്ച സംഭവമായിരുന്നു മോഹൻ കുന്നുമ്മലിന്റെ സംഘപരിവാർ ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശത്ത് വലിയ ബാനറുകളടക്കം SFI സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ വിഷയമടക്കമുള്ള കാര്യങ്ങൾ അത് ഈ പുതിയ ഗവർണർ വരികയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ആ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് അണഞ്ഞത്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം പിന്നീട് കാര്യമായി പ്രതികരണമടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സംഘപരിവാർ നിയന്ത്രിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാർ നിയന്ത്രിതമായ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയിട്ടുള്ള പരിപാടിയിൽ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ സാന്നിധ്യം അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇടത് യുവജന സംഘടനകളടക്കം അക്കാര്യത്തിൽ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഷഫീദ്, നേരത്തെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വലിയ ആരോപണം ഇടത് സംഘടനകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് ഈ സർവകലാശാലകളിലേക്ക് സംഘപരിവാറിനെ കടന്നു കയറുവാൻ അനുവദിക്കുന്ന രീതിയിലാണ് VCയുടെ പ്രവർത്തനമെന്ന് പല ഘട്ടത്തിലും വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ആവർത്തിച്ച് പറയുന്നതാണ്. അവരത്തരം ആരോപണങ്ങൾ ഉയർത്തിയതാണ്. അതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. നിലവിൽ RSS നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു ഇത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയുന്നത് RSS നേരിട്ട് നടത്തിയ RSSന്റെ അവരുടെ പ്രവർത്തകരും അവരുടെ പ്രധാനപ്പെട്ട ആളുകളും ക്ഷണിക്കപ്പെട്ട അതിഥികളും മാത്രം പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ പേര് തന്നെ ഈ 100 വർഷം, അതായത് സംഘ് യാത്രയുടെ 100 വർഷം എന്നുള്ളതായിരുന്നു ആ പരിപാടി. ആ പരിപാടിയിൽ തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പ്രവേശന നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ക്ഷണിക്കപ്പെട്ട വളരെ കുറച്ച് അതിഥികൾ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. മോഹൻ ഭാഗവതിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളടക്കം അല്ലെങ്കിൽ RSSന്റെ നയപരമായ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് ആ പരിപാടിയിൽ ചർച്ച ചെയ്തതും സംസാരിച്ചതും ഒക്കെ. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ കേരള വൈസ് ചാൻസലർ പങ്കെടുത്തതിൽ വലിയ വിമർശനം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ
പുറത്തേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ മോഹനൻ കുന്നുമ്മൽ പലതരത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് ഈ സർവകലാശാല ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള വിമർശനം അത് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ടും സർവകലാശാല സിലബസുകൾ സംബന്ധിച്ചുകൊണ്ടും ഇക്കാര്യത്തിൽ RSS വൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ മോഹൻ കുന്നുമ്മൽ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങളും വലിയ വാദപ്രതിവാദങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ, പ്രതിഷേധങ്ങൾ, ഗോൾവാൾക്കറുടെ ചിത്രത്തിലെ വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിൽ വലിയ പ്രതിഷേധം അത് സംഘർഷമായി തന്നെ കലാശിക്കുന്ന കാഴ്ചയും പിന്നീട് SFI പ്രവർത്തകർ അന്നത്തെ ഗവർണർക്ക് നേരെ നടത്തിയ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. അന്നും മോഹനൻ കുന്നുമ്മലാണ് ആ രീതിയിൽ ആ ഒരു സമീപനം, അല്ലെങ്കിൽ ഗോൾവാൾക്കറുടെ ചിത്രവുമായി ബന്ധപ്പെട്ട സമീപനത്തിലും അദ്ദേഹം ഒരു പോസിറ്റീവ് മെത്തേഡ് സ്വീകരിക്കുകയും പിന്നീട് അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും പുതിയ ഗവർണർ വന്ന സാഹചര്യത്തിൽ കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ അതൊന്ന് കുറച്ച് മയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ മോഹനൻ കുന്നുമ്മൽ വളരെ പ്രത്യക്ഷമായി തലസ്ഥാനത്ത് നടന്ന ഒരു RSSന്റെ വളരെ സ്വകാര്യമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ഇപ്പോൾ വിമർശനം വ്യാപകമാണ്. എന്തായാലും സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നു കേരളത്തിലെ സർവകലാശാലകൾ എന്നുള്ള ഒരു ആക്ഷേപമായിരുന്നു SFI അടക്കമുള്ള സംഘടനകൾ കഴിഞ്ഞ നാളുകളിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ നിലയിൽ അവരങ്ങനെ അത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് കാരണമാകുന്ന ചില ഇടപെടലുകൾ VCയുടെ ഭാഗത്തു നിന്ന് മുന്നേ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ RSSുമായി നേരിട്ടുള്ള ഒരു ബന്ധം ഇതിനു മുമ്പും RSSന്റെ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഒരു ജ്ഞാനസഭ, ആ ജ്ഞാനസഭയിൽ കേരളത്തിലെ 4 VCമാർ പങ്കെടുത്തിരുന്നു. അതിൽ മോഹൻ കുന്നുമ്മലും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം അടക്കം മുന്നേ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഷഫീദ് പറയുന്നത് പോലെ RSS നേരിട്ട് നടത്തുന്ന, RSS മേധാവി നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പോൾ VCയും, അതായത് കേരള സർവകലാശാലയുടെ VCയും എത്തിയിരിക്കുന്നത് എന്നുള്ളത് ആ ആരോപണങ്ങളിൽ ചില കഴമ്പുണ്ട് എന്ന് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ, അല്ലേ? ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ, അതായത് ഇത് കേവലം ആദ്യമായി വരുന്ന ഒരു ആരോപണമോ അതല്ലെങ്കിൽ കേവലമായി ആദ്യമായി വരുന്ന ഒരു വിമർശനമോ അല്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാല, കേരള സർവകലാശാലയുടെ VC ആയിരിക്കുന്നയാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും രാഷ്ട്രീയേതരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണം അത് ശക്തമായിരുന്നു. മാത്രമല്ല അത് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗോൾവാൾക്കറുടെ ചിത്രവിവാദത്തിനപ്പുറത്തേക്ക് പലതരത്തിൽ ആ കാര്യങ്ങൾ കേരള സർവകലാശാലയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്തതാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലൊരു തിരുത്തലിന് മോഹനൻ കുന്നുമ്മൽ തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ പ്രതിഷേധത്തിന്റെ സമയത്ത് SFI പ്രവർത്തകർ, അതായത് ജാതീയമായിട്ടുള്ള കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും സംഘപരിവാർ താല്പര്യങ്ങളും സർവകലാശാലയ്ക്കകത്ത് നടപ്പാക്കിയാൽ അത് വിദ്യാർത്ഥികൾക്കിടയിൽ കാണിക്കുന്ന ഏറ്റവും വലിയ നിയമനിഷേധമാണ് എന്നൊക്കെയുള്ള തരത്തിലേക്കുള്ള അവരുടെ പ്രതിഷേധങ്ങൾ, അവരുടെ ബാനറുകൾ. എന്തായാലും സംഘപരിവാർ വേദിയിൽ കേരള സർവകലാശാല VC നേരിട്ടൊരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്താ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.